ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിൽ നിന്ന് ഇനി വരാനിരിക്കുന്ന ഈ വർഷത്തിലെ വൻ സിനിമകളിൽ ഒന്നാണല്ലോ പൃഥ്വിരാജ് സുകുമാരൻ നായകനായെത്തുന്ന വിലായത്ത് ബുദ്ധ. ഒരുപാട് മാസങ്ങൾക്ക് മുന്നേ തന്നെ സിനിമയെക്കുറിച്ച് ഉണ്ടായിരുന്ന റൂമേഴ്സ് ഈ വർഷം പൂജ റിലീസായിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നായിരുന്നല്ലോ. എന്നാൽ ഇപ്പോഴത്തെ പൂജ റിലീസിൽ നിന്നും സിനിമ പിന്മാറിയിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. നേരത്തെ നിശ്ചയിച്ച സെപ്റ്റംബർ 25 എന്ന ഒരു ഡേറ്റിന് പകരം ഒക്ടോബറിലേക്കാണ് സിനിമയുടെ റിലീസ് നീട്ടുന്നതെന്നും ഒരുപക്ഷെ ദിവാലി റിലീസായിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കും തുടങ്ങിയ റിപ്പോർട്ടുകളാണ് നിലവിൽ വന്നിരിക്കുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷൻ വൈകുന്നതാണ് റിലീസ് നീട്ടാൻ കാരണം. കാത്തിരിക്കാം ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായിട്ട്. അതേസമയം ദിലീപിന്റെ ബബബ എന്ന സിനിമ പൂജ റിലീസിൽ നിന്നും പിന്മാറില്ല എന്ന റിപ്പോർട്ടാണ് ഏറ്റവും അവസാനം വന്നിരിക്കുന്നത്. ഇനി ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളത്തിലെ വൻ എന്റർടൈനർ സിനിമയാണല്ലോ ദിലീപും ലാലേട്ടനും ഒരുമിക്കുന്ന സിനിമ കൂടിയായ ബബബ. ഈ ഓഗസ്റ്റ് മാസത്തോടെ സിനിമയുടെ മുഴുവൻ ഷൂട്ട് പാക്കപ്പ് ആകുമെന്നാണ് നിലവിലെ പ്രതീക്ഷ. ഗോകുല മൂവീസ് നിർമ്മിക്കുന്ന സിനിമ സെപ്റ്റംബർ 25 എന്നൊരു ഡേറ്റ് നേരത്തെ പ്ലാൻ ചെയ്തെങ്കിൽ പോലും ഒരുപക്ഷെ ഒക്ടോബർ 2 സിനിമയുടെ റിലീസ് നീട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒക്ടോബർ 2 സിനിമ മറ്റൊരു വൻ സിനിമയും ഒത്ത ക്ലാഷ് റിലീസിനായിട്ടാണ് ഒരുങ്ങുന്നത്. അത് ഋഷഭ് ഷെട്ടി നായകനായി എത്തുന്ന കന്നഡ പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയായ കാന്താര ചാപ്റ്റർ 2 എന്ന സിനിമയാണ്. ഹോംബാലെ ഫിലിംസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. ഗോകുല മൂവീസുമായിട്ട് സമീപകാലത്ത് ഋഷഭ് ഷെട്ടിക്ക് നല്ല ബന്ധമാണ് ഉള്ളത് എങ്കിൽ പോലും കാന്താരയുടെ കേരള വിതരണ അവകാശം ആദ്യ ഭാഗം സ്വന്തമാക്കിയ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് തന്നെയായിരിക്കും. അപ്പോൾ പൃഥ്വിരാജിന്റെ വിലായത്ത് ബുദ്ധ വസീസ് ബബബ ക്ലാഷ് ഒഴിവായെങ്കിൽ പോലും അതേസമയം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ഗോകുല മൂവീസും അതല്ലെങ്കിൽ പൃഥ്വിരാജിന്റെയും ദിലീപിന്റെയും സിനിമകൾ തമ്മിലുള്ള മത്സരം ഒരേ സമയം തിയേറ്ററുകളിൽ ഉണ്ടാകും. കാത്തിരിക്കാം സിനിമകൾക്കായിട്ട്.